المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഖബറുകൾ കെട്ടിയുയർത്തി അതിൻ്റെ മുകളിൽ എടുപ്പുണ്ടാക്കി അതിനെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്ന സമ്പ്രദായം ഷിയാക്കളുടെ സമ്പ്രദായമാണ്. ഇറാനിലും ഇറാഖിന്റെ പല പ്രദേശങ്ങളിലുമൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തടിച്ചുകൂടുന്നത് മഖ്ബറകളിലാണ്. അവിടെ ആരാധനകൾ നടത്തുന്നു, സുജൂദ് ചെയ്യുന്നു. ഇസ്ലാമിന് നിരക്കാത്ത പല പ്രവൃത്തികളും അവിടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ പാരമ്പര്യമാണ് സത്യത്തിൽ സമസ്തക്കാരും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, സമസ്തയിലെ ഒരു പ്രഭാഷകന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം മഖ്ബറകൾ തേടി ഇറാഖിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ നേർക്കാഴ്ചകൾ അദ്ദേഹം ഇറാഖിൽ നിന്ന് വിശദീകരിക്കുകയാണ്. ഒരു സ്വപ്നകഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ. ആദ്യം നിങ്ങൾ അദ്ദേഹം പറയുന്ന ആ സ്വപ്നകഥ ഒന്ന് കേൾക്കുക. നമ്മളിപ്പോഴുള്ളത് ഇറാഖിലെ മദായിൻ എന്ന പ്രദേശത്താണ്. പഴയകാലത്തെ മദായിൻ എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേര് സൽമാൻ പാർക്ക് എന്നാണ്. ആ പേര് വരാൻ കാരണം മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലയുടെ മഖ്ബറ ഈ പള്ളിയിലാണ്. ഈ പള്ളിക്ക് പേര് സൽമാൻ മസ്ജിദ് എന്നാണ്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധമായ ചരിത്രം. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലയുടെ മഖ്ബറയുള്ള ഈ പള്ളിയിൽ നേരത്തെ ആ മഖ്ബറ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നു. അതായത് ദജ്ല നദിയുടെ ടൈഗ്രീസ് നദിയുടെ തീരത്തുണ്ടായിരുന്ന രണ്ട് കബറുകൾ മഹാന്മാരായ സ്വഹാബിമാരായ ബഹുമാന്യരായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല, അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു തആല, ഈ രണ്ട് മഹത്തുക്കളായ സ്വഹാബിമാരുടെ കബറുകൾ ദജ്ല നദിയുടെ അഥവാ ടൈഗ്രീസ് നദിയുടെ തീരത്തായിരുന്നു. അങ്ങനെയിരിക്കെ ഇവിടുത്തെ ഭരണാധികാരിക്ക് പ്രത്യേകമായി സ്വപ്നം കാണിച്ചു. ആ സ്വപ്നം കാണിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ കബറിലേക്ക് ദജ്ല നദിയിൽ നിന്ന് അഥവാ ടൈഗ്രീസ് നദിയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നു, കബർ തകരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി തന്നെ നേരിട്ട് പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ആ കബറുകൾ തുറക്കുകയും ആ രണ്ട് കബറുകളും ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന് ഈ സൽമാൻ മസ്ജിദിന്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. ആ മറവ് ചെയ്ത രണ്ട് കബറുകളും ഇവിടെയുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇദ്ദേഹം പറയുന്നത് ഭരണാധികാരിക്ക് സ്വപ്ന ദർശനമുണ്ടായി എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു തത്വം, ഇസ്ലാമിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. പ്രവാചകന്മാരുടേതല്ലാത്ത എത്ര വലിയ മഹാന്മാരാണെങ്കിലും, ഭരണാധികാരിയാണെങ്കിലും പ്രജയാണെങ്കിലും ആരുടേതാണെങ്കിലും അവരുടെ സ്വപ്നത്തിന് ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല. ഇസ്ലാമിൽ അത് തെളിവല്ല. അത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് അറിയാം. എന്നിട്ടാണ് ഇതേപോലെയുള്ള സ്വപ്നകഥകൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും കൊണ്ടുപോകുന്നത്. ഈ അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കപ്പെടാതെ പോയതുകൊണ്ടാണ് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ലോകത്ത് പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഉയർന്നു നിൽക്കുന്ന മിക്ക ദർഗകളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിന്റെ പിന്നിൽ ഒരു സ്വപ്നകഥയുണ്ടാകും. മിക്ക ദർഗകളും ഒരു സ്വപ്നത്തിന്റെ സന്തതിയായിരിക്കും. ആ ദർഗകളിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ തന്ത്രമാണത്. പൈശാചികമായ ഇടപെടലുകളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പല ആളുകളും ഏർവാടിയിലേക്കും അതേപോലെ അജ്മീറിലേക്കും ഒക്കെ പോകുന്നു. അവിടെ ഒരു ദിവസം അന്തി ഉറങ്ങുന്നു. അങ്ങനെ സ്വപ്നത്തിൽ ആ ഖബറിൽ കിടക്കുന്ന മഹാൻ പ്രത്യക്ഷപ്പെടുന്നു. നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു. നിനക്കുള്ളത് അവിടെ വരും. അങ്ങനെ അയാൾ പിന്നെ ആ ദർഗയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുകയാണ്. ഇത് നാട്ടിലറിയാം. മിക്ക ദർഗകളുമായി ബന്ധപ്പെട്ട് സ്വപ്നത്തിന്റെ ഒരു കഥയുണ്ടാകും. പിശാജ് ഖബറാരാധനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അവന്റെ ഗൂഢമായ ഒരു തന്ത്രമാണിത്. അതുപോലെയുള്ള ഒരു തന്ത്രമായിട്ടേ ഇദ്ദേഹം പറയുന്ന ഈ സ്വപ്ന കഥയെയും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം പിൽക്കാലത്ത് നമ്മൾ അവിടെ കാണുന്നത് അതാണ്. ഖബറുകൾ ചുംബിക്കുകയും ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇതേപോലെയുള്ള മഹാന്മാരുടെ ഖബറുകളുടെ മുകളിൽ എടുപ്പുണ്ടാക്കി അവിടെ സുജൂദുകൾ ചെയ്യുന്ന ദയനീയമായ കാഴ്ചകളാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇത്തരം സ്വപ്ന കഥകൾക്ക് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം പറയുന്നത് 1300 വർഷങ്ങൾ കഴിഞ്ഞും ഖബർ തുറന്ന സമയത്ത് ആ ശരീരങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഈ വിഷയത്തിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ സന്തതികൾ, അതായത് മനുഷ്യന്മാർ, ഏതൊരു മനുഷ്യനാണെങ്കിലും മണ്ണിൽ, അതായത് ഖബറിൽ അദ്ദേഹത്തെ വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണിൽ ലയിച്ചു പോകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് ഒഴിവാക്കിയത് മഹാന്മാരായ അമ്പിയാക്കന്മാരെ മാത്രമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരങ്ങൾ മണ്ണിന് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത മഹത്വമാണ്, അവർക്ക് അള്ളാഹു നൽകിയ ആദരവാണ്. അമ്പിയാക്കന്മാരൊഴികെ സ്വാലിഹ്യങ്ങളാണെങ്കിലും മഹാന്മാരാണെങ്കിലും അവരുടെ ഒന്നും ഭൗതിക ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയുമില്ല. എന്നാൽ ചില ശരീരങ്ങൾ ചിലപ്പോൾ വേഗത്തിൽ മണ്ണിൽ ലയിച്ചു തീർന്നേക്കാം, ചിലത് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒരുപക്ഷെ അതേപോലെ ഇരുന്നേക്കാം. അതൊന്നും സഹോദരങ്ങളെ ദർഗകളിലേക്കും ഖബറുകളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാനുള്ള തെളിവായി ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബാലിശമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഖബറാരാധനയിലേക്ക്, മഖ്ബറകളിലേക്ക് ആളുകളെ കൊണ്ടുപോയി അവരുടെ വിശ്വാസം ചൂഷണം ചെയ്യുക എന്നത് എത്രമാത്രം അപകടകരമായ ഒരു സംഗതിയാണ്. അദ്ദേഹം ഇറാഖിൽ ചെന്നിട്ട് ചില മഖ്ബറകളെ കാണിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, കണ്ടോ, ഇറാഖിലൊക്കെ മഖ്ബറകൾ, ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഇസ്ലാമികമാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാമിൽ എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട്? ഇസ്ലാമിൽ ഒരു ഖബർ, അത് സാധാരണക്കാരന്റെ ഖബറാണെങ്കിലും അതല്ല മഹാന്മാരുടെ ഖബറാണെങ്കിലും ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ആ ഖബർ, അതിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കുന്നതും എടുപ്പുണ്ടാക്കുന്നതും അത് ചുറ്റുന്നതും അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതും അത് തൊടുന്നതും മുത്തുന്നതും എല്ലാം, അതിന്റെ മുകളിൽ അതിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നതും എല്ലാം ശക്തമായി ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ്. അവിടുന്ന് പറഞ്ഞു, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും തട്ടി നിരത്താതെ വിടരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. തട്ടി നിരത്തുക എന്ന് പറഞ്ഞാൽ, ഖബറുകൾ നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിക്ക് സമാനമാക്കണം എന്നല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഖബറും തേടി നടക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഷാഫിഈ മദ്ഹബിലെ തന്നെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ല. രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിച്ച വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഫീഹി, ഈ ഹദീസിലുണ്ട്. എന്താണ് ഈ ഹദീസിലുള്ളത്? അന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത്, ഖബർ ഭൂമിയിൽ നിന്ന് ധാരാളമായി ഉയർത്താൻ പാടില്ല. വലാ യുസന്നം, അത് മണ്ണിട്ട് കൂമ്പിക്കുവാനും പാടില്ല. ബൽ യുർഫഉ നഹ്വ ശിബിരിൻ വയുസത്തഹ്, അത് ഭൂമിയിൽ നിന്ന് ഒരു ചാണോളം മാത്രമേ ഉയർത്താൻ പാടുള്ളൂ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. വഹാദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു, ഇതാണ് ഷാഫി മദ്ഹബ്, അത് പിൻപറ്റുന്ന, അതിനോട് യോജിക്കുന്നവരുടെ നിലപാട് ഇതാണ് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല തന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടും, അതേപോലെ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതുപോലെയുള്ള ആശയങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടും ഷാഫി മദ്ഹബാണെന്ന് പറയുന്ന ആളുകളാണ് ആളുകളെയും കൂട്ടി അമീറന്മാരായി ഈ പല രാജ്യങ്ങളും പല പ്രദേശങ്ങളിലേക്കും മക്ബറകൾ തേടി ലോകത്ത് മക്ബറകളും അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുമാത്രം വേദനാജനകമാണ് സഹോദരങ്ങളെ. ഈ നിലക്കുള്ള മക്ബറകളൊക്കെ അതല്ലെങ്കിൽ എടുപ്പുകളൊക്കെ എന്നാ ഉണ്ടായത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? ഉത്തമരായ തലമുറക്കാരുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. പിൽക്കാലഘട്ടത്തിൽ രംഗത്ത് വന്ന പുത്തനാശയക്കാർ, ബിദ്അത്തിന്റെ കക്ഷികൾ, ഷിയാക്കളെ പോലെയുള്ള ആളുകൾ, അവരാണ് ഇതേപോലെയുള്ള ഖബറുകൾ കെട്ടിയുയർത്തി അവിടെ ആരാധനകളും സുജൂദുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇറാഖ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല, ആരും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ഇറാഖിൽ നിന്ന് ഇന്ന ഖബറുകളൊക്കെ കാണിച്ചിട്ട് അതൊക്കെ ഇസ്ലാമിന്റെ സിംബലുകളായി, അടയാളങ്ങളായി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇറാഖ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, ഇറാഖിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് വബിഹാ യത്ലു ഖർനു ശൈത്താൻ, പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് ഇറാഖിൽ നിന്നായിരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വതുഹയ്യജുൽ ഫിതൻ, ഇറാഖിൽ നിന്നാണ്
ഫിത്നയുടെ കുഴപ്പങ്ങൾ അലയടിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പിഴച്ച കക്ഷികളിൽ മിക്കതും ഉത്ഭവിച്ചത് ഇറാഖിൽ നിന്നായിരുന്നു. ഖവാരിജാകട്ടെ, ഷിയത്താകട്ടെ, റാഫിലിയത്താകട്ടെ, ജഹ്മിയത്താകട്ടെ, അതേപോലെ തന്നെ ബാത്തിനിയത്താകട്ടെ, ഖദരിയത്താകട്ടെ, ഇങ്ങനെ ഒരുപാട് കക്ഷികൾ ഇറാഖിൽ നിന്നാണ് അവരുടെയൊക്കെ ഉത്ഭവം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം പിഴച്ച കക്ഷികളുടെ സമ്പ്രദായമാണ് ഖബർ പൂജയും, അവിടെ സുജൂദ് ചെയ്യുകയും ഖബർ തൊട്ടുമുത്തുകയും ആ ഖബറിൽ കിടക്കുന്ന മഹാനോട് പ്രാർത്ഥിക്കുകയും ആ ഖബർ തബറുക്കിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതൊന്നും ഇസ്ലാമികമല്ല, മറിച്ച് പിഴച്ച കക്ഷികളുടെ സമ്പ്രദായമാണ്, അവരുടെ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ നിലക്കുള്ള വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, ഇതിനൊന്നും ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല, പിഴച്ച കക്ഷികളുടെ പാതയാണ് ഇത്തരം ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ പ്രചരിക്കുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സത്യമായി ഗ്രഹിക്കുവാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.